ഏത് വണ്ടി? അയ്യോ എന്റെ പൊന്നെ, ഞാൻ വരുന്നില്ല. പറഞ്ഞ ഇനോവ എവിടെ ലേറ്റാ? വലിയ വണ്ടി കൊണ്ടുവരുന്നു പറഞ്ഞിട്ട്. അൻസാറിന്റെ മാമാക്ക് പെട്ടെന്ന് വലിയൊരു നെഞ്ചുവേദന വന്നു. മരിച്ചാ? ഇല്ല, മരിച്ചില്ല. അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഇന്നോവ എടുത്തിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ഈ വണ്ടിയെങ്കിലും കിട്ടിയത്. അൻസാർ ഒരുപാട് കഷ്ടപ്പെട്ട്. ഇത് വേണ്ട, വണ്ടി കാണുമല്ലോ, നോക്കണ്ട, നല്ല കണ്ടീഷൻ. ഞാൻ അവിടെ നിന്ന് ഇതൊരു ഓടിച്ചെന്നവന് ഉറങ്ങിപ്പോയി. കയറി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഉറങ്ങും, പിന്നെ കൊല്ലത്തെ എണീക്കുള്ളൂ കേട്ടോ. കല്യാണ മണ്ഡപത്തിൽ കാശ് എണ്ണി കൊടുത്തിട്ടാണ് മര്യാദക്ക് നല്ല വണ്ടി എടുത്തോടാ. എൻ്റെ അളിയ, ഇതിപ്പം നമുക്ക് ലാഭമേ ഉള്ളൂ. മറ്റേ കാശ് കൊടുക്കണ്ട, പകുതി കാശ് കൊടുത്താൽ മതി. 2000 രൂപ കൊടുത്താൽ മതി. ഈ വണ്ടിയിൽ എല്ലാരും കൂടെ എങ്ങനെ പോകും? അല്ല, ഒരു കാര്യം ചെയ്യടാ. പിന്നെ ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ ഒരു ഇന്നോവയൊക്കെ കിട്ടാൻ പാടല്ലേ. ഇപ്പം ഫാസിലിന്റെ കുഞ്ഞുമാന്റെ മോളുടെ കല്യാണമല്ലേ. നിന്റെ കൂട്ടുകാരനായപ്പോ ഞങ്ങള് വരണമെന്ന് നിർബന്ധമില്ലല്ലോ. നിങ്ങൾ മൂന്നുപേരും കൂടി നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ഇതിൽ എന്നെ കൊണ്ടൊക്കത്തില്ല മക്കളെ. അവൻ്റെ അടുത്ത് പറ, അമ്മയ്ക്ക് തീരെ വയ്യാതെ എടുക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് കുത്തിപ്പിടിച്ചിരിക്കാൻ ഒക്കത്തില്ല. അമ്മ, ഈ വണ്ടി കണ്ടപ്പോ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുവാ. നിങ്ങൾ വിചാരിക്കും പോലെ അങ്ങനത്തെ ലോക്കൽ വണ്ടിയൊന്നും അല്ല. ഇത് രാജാവാണ് വണ്ടി. പിന്നെ ഇന്നോവയ്ക്ക് അകത്തിരുന്നാലും നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നതൊക്കെ തന്നെ ഈ വണ്ടി ഇരുന്ന് പോയാലും കാണുന്നത്. ആ കടകളും തിരക്കും ഇതൊക്കെ നമുക്ക് കാണാം. അതല്ല, പുറത്തു നിന്നും കാണുന്നവർക്ക് ഒരു ചന്തം വേണ്ടേ? നമ്മൾ പുറത്തേക്കണവരെ നോക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെ. നിന്നെ ഏൽപ്പിച്ചപ്പോ എനിക്കറിയാറ് ഒരുപാട് ദിവസം കാണിക്കുന്നുള്ളൂ. അളിയാ, ഇതിപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യന് ഓരോ അസുഖങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടൊന്നും അല്ല. എന്റെ ശനിദേശം കഴിഞ്ഞാൽ അവനെ ഏൽപ്പിച്ചത്. അന്നേരം തന്നെ ആ ജോലി അല്ല വിളിച്ചാൽ മതിയായിരുന്നു. എന്നാലും 2000 രൂപ ലാഭമായില്ല അളിയന്. ലാഭമല്ലേ? എങ്ങനെ പോണ അളിയാ? അത് ഇതിനകത്ത് കയറി ഇരിക്കാൻ പറ്റുമോ? അളിയാ, നല്ല കണ്ടീഷനാണ്. സീറ്റൊക്കെ നല്ല പുതിയ ലെതറാണ്. നല്ല ഇതാ. എല്ലാവരും പാട്ടൊക്കെ ഉണ്ട്, നല്ല പാട്ടൊക്കെ ഉണ്ട്. ഇത് തുറക്കാനും വയ്യ. പൊളിക്കുന്നതാണല്ലോ. അല്ല, അങ്ങനെ പിടിക്കില്ല. അത് ഒരു കാര്യം ചെയ്യും. അമ്മ ബേക്കർ. അതെ, കാല് കെട്ടി ഇതുവഴി കയറാം. തുറക്കാൻ ആവട്ടെ. അമ്മ അത് വഴിയാ. എനിക്ക് അയ്യോ, അതിൽ എന്നെ കൊണ്ട് കയറാൻ. അപ്പൊ അമ്മ ബാക്കി ഇരിക്കട്ടെ. അമ്മ എവിടെ ഞങ്ങൾ 4 പേരും ഇതിലേ കയറാം. ഇതൊക്കെ എന്തോ നളിയാ, ഇതൊക്കെ വർക്ക്ഷോപ്പിന്. ഒരു കാര്യം ചെയ്താലോ? ഞാൻ ഫ്രണ്ടിലിരിക്കാം. എന്റെ സാരി ചുണങ്ങി പോവില്ലേ? എല്ലാവർക്കും അവരുടെ കാര്യം തന്നെ. എന്നെ കൊണ്ട് വയ്യ. എന്റെ അമ്മ ഇതിന്റെ ലോക്ക് നിർത്താളിയാ. നീ അവിടെ അടക്കി. സമയവും പോണ്. ദൈവമേ, എങ്ങനെയാണെന്ന് പറ. എന്റെ പൊന്നേ, നിങ്ങൾ അങ്ങനെ തള്ളല്ലേ. എനിക്ക് ഛർദ്ദിക്കാൻ വരും. വിളി കാണാൻ പറ്റുന്നില്ലേ? നീ എവിടെ നില്ലേ? അതെ, കുറച്ച് എത്തൂലേ? തള്ളി ഇരിക്കേണ്ട കാര്യം എന്താണ്? ഉള്ള സ്ഥലത്തേൽ ഇരിക്കാൻ പറ്റില്ല. ചെയ്യുമെന്ന് പറ. അവിടെ നില്ലേ? അടക്കട്ടെ അമ്മ. അത് കിടക്കണേ. ഇത് തുറക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഇരിക്കൂല്ലേ? ഞാൻ ഇവിടെ ഇരി. അവൾ ശ്രദ്ധിക്കൂടി, അതുകൊണ്ടല്ലേ. എല്ലാവരും സഹകരിക്ക്. എനിക്ക് കാഴ്ച ഞാൻ മുമ്പേ പറഞ്ഞുതരാം. മടിയിലോട്ടിരുന്നോ? എനിക്ക് വയ്യ. സമയം ഇരിക്കണ എന്റെ പെണ്ണ്. ഒന്ന് കേറി. നിങ്ങൾ സമയം ഒരുപാടായോണ്ടാണ്. കൃത്യസമയത്ത് എത്തിയില്ലേ? ഫാസിൽ ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങൾ വണ്ടിയിൽ ഇനോവയിലാണ് പോണ്, അതിൽ വന്നാൽ മതി. ഇന്നോവ അല്ല. ഇനോവ പറഞ്ഞിട്ട് ഈ വണ്ടി
ഇതാണ് ഇപ്പൊ കിട്ടിയത്, സമയമായി. അതെ, ആ ഞങ്ങൾ പോണം. അന്നൊക്കെ ഞാനുണ്ട്, ഞാൻ മുമ്പിലിരിക്കാം. ഞാൻ മുമ്പിലിരിക്കാം. എന്നാ നിങ്ങൾ കയറുന്നെങ്കിൽ കയറിയ പോലും ആ, എന്നെ കൊണ്ട് വയ്യ. ഓ, ഇല്ല ഞാൻ ഇറക്കി വിടി. അത് തുറക്കാൻ കിട്ടുന്നില്ലടാ. ഏയ്, അത് തുറക്കാൻ നടന്നേ. ചെറിയ എന്തോ കംപ്ലൈന്റ് ആണ് അമ്മാവ. അപ്പൊ പിന്നെ എങ്ങനെ കയറിയതില്? അതിപ്പോ അളിയും കയറി. അതിനാണ് എന്റെ അമ്മ അതിന്ന് കയറാൻ പറ്റും. അല്ല, അത് തുറക്കരുത്, തുറന്നാ പിന്നെ അടയ്ക്കാൻ പറ്റൂല. അപ്പൊ ഞാനെവിടെ കയറുക? അമ്മ അവിടെ ഇരിക്കണമെന്നാ. അവിടെ പോയിരുന്നാ മതി. ചാവി കയറി. അല്ലടാ, ഫാസിൽ പറഞ്ഞു കല്യാണത്തിന് ഞാനും ഫാസിലിന്റെ കുഞ്ഞുമ്മയുടെ മോളെ കല്യാണമാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇതാ പിടിച്ചേ, ഇതാ തുറന്നിട്ട് അവിടെ ഇരുന്നാ മതി. അവിടെ പഴിഞ്ഞ കയറി പണ്ട് കുടിച്ചോ. വണ്ടി വിട് ക്ലീറ്റസേ, എനിക്ക് വയ്യ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലടാ. അല്ല ഞാൻ അകത്ത് കയറി പോയി. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല മാവാ. ഇനി മണ്ടയിലോട്ടേ കയറിയിരിക്കാൻ പറ്റും. എന്താ എന്തോ ചെറിയ ഇതാണ്. നോക്കട്ടെ അയ്യോ, എന്തോന്ന് ക്ലീറ്റോ? തൽക്കാലത്ത് ഈ സീറ്റിലിരുന്നൂടെ? ഇത് സ്റ്റാർട്ട് ആവുന്നില്ല. ശ്ശേ. ഒന്ന് തുറന്നേ വേണ്ടി, വണ്ടി ഒന്ന് തുറന്നേ, ഒന്ന് തുറന്നേ. ഇല്ല മാമ, ശരിയാവും. ഒന്ന് പ്രാർത്ഥിക്കാനല്ലേ. അതെ, ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇവൻ കുറച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നൊക്കെ ഇവിടെ ഇരുന്നൂടെ? ഇത് തുറന്ന് കയറ്. ഇത് തുറന്ന് കയറാൻ പറ്റണ്ടേ അമ്മാവാ? അമ്മാവാ, ഇപ്പൊ ഞങ്ങൾ ഉള്ള സൗകര്യത്തിൽ പോയിട്ട് അതിന്റെ ബാക്കി കഥകൾ പറഞ്ഞു തരാം. സമാധാനത്തിൽ അവിടെ ഇരിക്കും. ഇതിനകത്ത് നല്ല സുഖമൊന്നുമില്ല, ഭയങ്കര പാടായിരിക്കാൻ. ഇനോ വേണേ കുഴപ്പമില്ലായിരുന്നു. ദൈവമേ, എടുത്തോ എടുത്തോ എടുത്തോ. ഓ, ഇതൊന്നും ഇല്ലല്ലേ അതിനകത്ത്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ആ വീശരോട് എടുത്താ ചേരാ. വീശരോട് എടുത്തിരുന്നെങ്കിലേ താക്കൽ AC നോക്കട്ടെ. AC പോയിട്ട് കാണിച്ചോ. എവിടെ? എനിക്ക് കാണാൻ വയ്യ ഒന്നും. കാണാം. അയ്യോ, തുറന്ന് അടയ്ക്ക്. അത് പിടിച്ചോണ്ട് അത് പിടിച്ചോണ്ട് പോളാ. അത് പിടിച്ചോണ്ട് ആവശ്യമില്ലാത്ത സുത്തിലൊന്നും പിടിക്കരുത്. പോയിട്ട് ഞാൻ വിളിക്കാം. വിളിക്കണേട്ടാ. ഓക്കെ. എവിടെ പിടിച്ചാലും പെയിന്റ് അടിക്കൂലടാ. ശരി ശരി.